ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിൽപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രേവതി തിരികെ വന്നിരിക്കുകയാണ്. അന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ രേവതി വിശദമായി തന്നെ പറഞ്ഞു നൽകുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് താൻ ആരോടും പറയാതെ പോയതല്ല, പറഞ്ഞ ആളുടെ പേരും രേവതി പറയുന്നുണ്ട്. അതുകൊണ്ട് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ എല്ലാവരും അറിയുകയും ചെയ്തു കേട്ടോ. ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലാണ് രേവതി വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന രീതിക്ക് നമ്മുടെ സച്ചിക്ക് അത്രയധികം അന്വേഷിക്കേണ്ടി വന്നത്. അങ്ങനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം പതിവ് പോലെ തന്നെ എല്ലാവരും അവരുടെ ജോലിയിലേക്ക് ഏർപ്പെടുകയാണ്. രേവതി പൂക്കച്ചവടത്തിന് പോകുന്ന അതേ സമയം തന്നെ ഭാമ വീട്ടിലേക്കായിട്ട് വരുന്നുണ്ട്. ഭാമയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിയുടെ കയ്യിൽ നിന്ന് പൂക്കൾ മേടിക്കാനായിട്ട് ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരോട് വളരെ മോശമായ രീതിയിൽ തന്നെ ചന്ദ്ര പെരുമാറുന്നുണ്ട്. എന്നാൽ ഇവർ നല്ല തക്ക മറുപടി തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത്. മാത്രമല്ല ചന്ദ്രയെ നോക്കി പൂക്കാരി എന്ന് വരെ വിളിക്കുന്നുണ്ട് ഇവർ. ഇതുകൂടാതെ രേവതിയുടെ ഫോൺ നമ്പർ ചോദിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ രേവതിയുടെ ഫോൺ നമ്പർ ഇല്ല എന്ന രീതിക്കൊക്കെ നമ്മുടെ ചന്ദ്ര അവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വളരെയധികം ദേഷ്യത്തോടും കൂടിയിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇവർ പോയി കഴിയുമ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ ഭാമയോട് രേവതിയോട് ഒരുപാട് കുറ്റങ്ങളൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്. ഭാമ എന്നാൽ എല്ലാ രീതിക്കും നമ്മുടെ രേവതിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അതിനുശേഷം രേവതി വരുന്നത് നോക്കി നിൽക്കുകയാണ് ചന്ദ്ര. കാരണം തന്നെ പൂക്കാരി എന്ന് വിളിച്ചു, മാത്രമല്ല വീട്ടിലുള്ള പൂക്കച്ചവടം നിർത്തണം എന്നൊക്കെ രീതിക്ക് പറയാനായിട്ട് ഓങ്ങി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് രേവതിയും ശ്രുതിയും കൂടെ ഒരുമിച്ച് വരുന്നത്. ഇരുവരോട് വരുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്ന നിൽക്കുക, അവിടെ നിന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ഞാൻ ഇന്നത്തോടു കൂടി പൊളിക്കും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് ശ്രുതി ഒരു നിമിഷം പതറുകയാണ് കേട്ടോ. ശ്രുതി വേഗത്തിൽ നിന്നിട്ട് ചോദിക്കുന്നത് എന്താ ആൻറ്റി എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മോളോടല്ല മോള് കയറി വാ, ഞാൻ രേവതിയോടാണ് പറഞ്ഞതെന്ന് പറയാണ്. അതിനുശേഷം രേവതിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, ഇവിടെ നിന്ന് പൂക്കൾ മേടിക്കാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരരുത്, നിന്റെ ഫോൺ നമ്പറും എല്ലാം കൊടുക്കാനാണെങ്കിൽ അവർക്ക് കൊടുത്തോളണം എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ അമ്മയുടെ കയ്യിൽ എൻ്റെ നമ്പർ ഇല്ലേ എന്ന് നമ്മുടെ രേവതി സങ്കടത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്. നിന്റെ നമ്പർ എന്തിനാണ് ഞാൻ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ശ്രുതിയുടെ വശയുടെയൊക്കെ നമ്പർ ഉണ്ട്, പാവപ്പെട്ടവളെ എൻ്റെ നമ്പറിൻ്റെ ആവശ്യം എന്നാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. രേവതി വളരെയധികം സങ്കടത്തോട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഒരു നിമിഷം സങ്കടമാവുന്നുണ്ട്. ചന്ദ്ര വേഗം പറയുന്നുണ്ട്, നീ എല്ലാവരും കയ്യിലെടുക്കുന്ന ഈ ഒരു ഡയലോഗ് വെച്ചാണ് എന്തായാലും എന്നെ വീഴ്ത്താൻ നോക്കണ്ട. ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, വീട്ടുപടിയൊക്കെ ഇപ്പം എൻ്റെ തലയിലായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര എണ്ണി പറക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി വേഗം പറയണം, എന്നാൽ ആൻറ്റിക്ക് എന്തെങ്കിലും ജോലി നോക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്നാൽ ഞാൻ ശ്രുതിയുടെ കൂടെ എല്ലാ ദിവസവും ബ്യൂട്ടി പാർലറിലേക്ക് വരാം, അവിടെ കൗണ്ടറിൽ തന്നെ ഇരുത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ചിന്തിക്കണം, ഈശ്വര ഇനിയിപ്പോൾ ആൻറ്റി വരുന്ന ഇനിയിപ്പോൾ ഇവർ വരുന്ന സമയത്തായിരിക്കും ഇനിയിപ്പോൾ നവീൻ കയറി വരുന്നത്, അത് ശരിയാവുകയില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ വേഗം ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി അത് ശരിയാവുകയില്ല, ആൻറ്റി ഒരു കാര്യം ചെയ്യുക, ആൻറ്റിക്ക് തന്നെയായിട്ടൊരു ബിസിനസ് രേവതി ഇപ്പം പൂക്കട തുടങ്ങില്ല, അതുപോലെ തന്നെ ആൻറ്റിക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കലാതിലകമാണെന്ന്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയൊരു ഡാൻസ് ക്ലാസ് ആരംഭിക്കാമെന്ന് ശ്രുതി പറയുന്ന സമയത്ത് ചന്ദ്ര ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം ശ്രുതി പറയുന്ന നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. വേഗം തന്നെ ചന്ദ്ര പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും മുന്നും പിന്നും ആലോചിക്കാനില്ല, ഞാനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ചന്ദ്ര നൃത്ത വിദ്യാലയം എന്ന പേര് ഞാൻ ഇടാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര രേവതിയോടുള്ള വാശിക്ക് പേരിലാണെങ്കിലും പുതിയൊരു നൃത്ത വിദ്യാലയം തുടങ്ങാനായിട്ട് ആരംഭിക്കുകയാണ്. അതിൻ്റെതായ മുന്നൊരുക്കത്തിൻ്റെ ഭാഗങ്ങളായി എല്ലാവരും ഞെട്ടിച്ച് ഡാൻസ് കളിക്കാനുള്ള മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് ചന്ദ്ര വരുന്ന ഭാഗങ്ങളും ഇനിയുള്ള ഭാഗങ്ങളും നമ്മൾ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.